നമ്മുടെ എല്ലാം വീട്ടിൽ മിക്കപ്പോഴുമുള്ളൊരു പ്രശ്നമാണ് കിച്ചൻ്റെ സിങ്ക് ബ്ലോക്ക് ആവുന്നത് അല്ലേ. നമ്മൾ ഏതൊക്കെ രീതിയിൽ സൂക്ഷിച്ച് ഉപയോഗിച്ചാലും ചില സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കിച്ചൺ സിങ്കിനുള്ളിലേക്ക് പോയിട്ട് ബ്ലോക്ക് ആകാറുണ്ട്. പിന്നെ ആ ബ്ലോക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കൈയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. നമ്മൾ ഇന്ന് ഈ ഒരു സിസർ ഉപയോഗിച്ചാണ് കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുക്കുന്നത്. നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെയുള്ള സിസർ ഉണ്ടാവില്ലേ. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും എൻ്റെ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ഹോളിനുള്ളിലേക്ക് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് ഈ ഒരു സിസർ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ സിസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പം ഹോളിനുള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉള്ളിലുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കൂടി എടുത്ത് കളയാനായിട്ട് കഴിയും. പക്ഷേ ചില ആൾക്കാരൊക്കെ ഇതുപോലെ സിങ്ക് ബ്ലോക്ക് ആവുന്ന ടൈമിൽ കോലൊക്കെ കുത്തിയിട്ട് ബ്ലോക്ക് മാറ്റിയെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുള്ള വേസ്റ്റൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ബെൻഡിൻ്റെ ഭാഗത്തൊക്കെ വന്നിട്ട് അടിയാനും വീണ്ടും ഈ ഒരു സിങ്ക് ബ്ലോക്ക് ആവാനും ഒക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇതുപോലെ സിസർ ഉപയോഗിച്ചിട്ട് ഇതിനുള്ളിലുള്ള വേസ്റ്റ് ഇതുപോലെ പുറത്തെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കിച്ചണിൻ്റെ സിങ്ക് ബ്ലോക്ക് ആകാതെ നോക്കാനായിട്ട് കഴിയും. കിച്ചൻ്റെ സിങ്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് വാഷ് ബേസിനും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഡ്രെയിനേജ് ഹോളുമൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കാത്ത കത്രികകളുണ്ടാവും. അപ്പോൾ അതിലൊരെണ്ണം ഈ ഒരു ആവശ്യത്തിന് മാറ്റി വെച്ചാൽ മാത്രം മതി. കൂടുതലും നമ്മുടെ കിച്ചൻ്റെ സിങ്കാണ് എപ്പോഴും ബ്ലോക്ക് ആവുന്നത്. കാരണം നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ കിച്ചൻ്റെ സിങ്ക് ബ്ലോക്ക് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് പോകുന്ന ആ മീനിൻ്റെ കുടലും അതുപോലെ തന്നെ ചെതുമ്പലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിലല്ല കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സിങ്ക് ബ്ലോക്ക് ആവുന്ന ടൈമിൽ ഓരോ രീതിയിലാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അത് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ ബാത്റൂം ക്ലീനിങ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ രീതികൾ ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പം മാത്രമാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രത്തോളം വേസ്റ്റ് ഞാൻ ആ ഒരു ഹോളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹോളും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം വെള്ളമൊന്നും കെട്ടിക്കിടക്കാണ്ട് നല്ലതുപോലെ തന്നെ പോകുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താവുന്നതാണ്. പക്ഷേ ഞാൻ ഒരു പ്രൊസീജിയർ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൈപ്പൊക്കെ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമുള്ളതല്ല. നമ്മൾ ഇതുകൂടി ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കിച്ചൺ സിങ്കിൻ്റെ ഉൾഭാഗത്തെ പൈപ്പിലെ എണ്ണമെഴുക്കൊക്കെ പോയിട്ട് കുറേ കാലത്തേക്ക് പിന്നെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ സിങ്കിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1-2 ടേബിൾ സ്പൂണോളം ഉപ്പാണ്. അത് ഈ ഒരു രീതിയിൽ സിങ്കിൻ്റെ ആ ഒരു വെള്ളം പോകുന്ന ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് വാങ്ങാനായിട്ട് പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാലും മതി. ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം കുറച്ച് വിനാഗിരി കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മളൊരു ബോട്ടിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലീനിങ് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഇത് വാങ്ങിച്ചത് AC ക്ലീൻ ചെയ്യാനാണ്. നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. അത് നമുക്ക് ഇതുപോലെ കുറച്ച് ഈ ഒരു ഉപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഹോളിൽ നിന്ന് ചെറിയ രീതിയിൽ പുകയൊക്കെ വരുന്നത് കാണാനായിട്ട് കഴിയും. വീഡിയോയിൽ ഇത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇത് എല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് സിങ്ക് തേച്ചൊരച്ചൊന്നും കഴുകേണ്ടതിൻ്റെ ആവശ്യമില്ല. നമുക്കിതുപോലെ ടാപ്പ് തുറന്നു കൊടുത്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിങ്കിന് ചുറ്റുമുള്ള അഴുക്കൊക്കെ പോയി നല്ലതുപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ സിങ്ക് മാത്രമല്ല സിങ്കിനുള്ളിലുള്ള പൈപ്പും നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് നമ്മുടെ സിങ്ക് പിന്നെ ബ്ലോക്ക് ആവുകയില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനായിട്ട് മറക്കരുത്. മാത്രമല്ല നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലീനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകൾ കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ടും ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.